ما بقوم حتى يغيروا ما بأنفسهم صدق الله العلي العظيم. എനിക്കേറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ സാദാത്യങ്ങള്, പണ്ഡിതന്മാര്, ഉസ്താദുമാര്, സഹോദരങ്ങള്, ക്യാമ്പ് അംഗങ്ങളെ, SKSSFന്റെ സിൽവർ ജൂബിലി ഗ്രാൻഡ് ഫിനാലയുടെ ഭാഗമായുള്ള പഠന സെഷനുകളിലെ ശ്രദ്ധേയവും പ്രധാനവുമായ ഒരു സെഷനിലാണ് നാം ഏവരും സംബന്ധിച്ചിരിക്കുന്നത്. പരിവർത്തനം. SKSSFന്റെ ദശവാർഷിക സമ്മേളനത്തോടുകൂടി രൂപീകൃതമായ ഇബാദ് എന്നുള്ള ഇസ്ലാമിക് ബ്രദേഴ്സ് അസോസിയേറ്റ് ഡിവിഷൻ എന്നുള്ള ഉപവിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു സെഷനാണ് പരിവർത്തനം. ഇന്നത്തെ ആരംഭ സെഷനിലെ ആമുഖ ഭാഷണത്തിൽ നാം മനസ്സിലാക്കിയതുപോലെ സംഘടനയുടെ അടുത്ത 5 വർഷത്തേക്കുള്ള നായകരെ സന്നദ്ധമാക്കുന്ന, സജ്ജരാക്കുന്ന ഈ ക്യാമ്പിൽ പരിവർത്തനം എന്നുള്ള ഈ സെഷനിൽ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നുണ്ട്. സമൂഹത്തിന്റെ മത, ഭൗതിക, ബൗദ്ധിക, സാംസ്കാരിക, സാമൂഹിക, വൈജ്ഞാനിക രംഗത്ത് പ്രവർത്തിക്കാൻ ഉതകുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കുന്ന ഈ സാഹചര്യത്തിൽ മാനസികമായി, ആത്മീയമായി ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു സംഘാടകൻ വളരേണ്ട ആവശ്യകത പറയേണ്ടതില്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ചതുപോലെ ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. ഏതൊരു ജനപദവും സ്വന്തം പരിവർത്തനത്തിന് വിധേയമാക്കുന്നത് വരെ അള്ളാഹു മാറ്റം വരുത്തുകയില്ല എന്ന ഖുർആനിക അധ്യാപനത്തിന്റെ സന്ദേശമാണ് ഈ സെഷൻ നമ്മോട് വിളിച്ചോതുന്നത്. പ്രത്യേകിച്ച് ഇബാദിന്റെ കഴിഞ്ഞകാല നിസ്വാർത്ഥവും നിഷ്കളങ്കവുമായ പ്രവർത്തനങ്ങൾ നാം പരിശോധിക്കുമ്പോൾ ഈ രൂപത്തിലുള്ള ദഅവത്തും തസ്കിയത്തുമായ പ്രവർത്തനങ്ങളിലൂടെയാണ് കഴിഞ്ഞ 15 വർഷക്കാലം ഇബാദ് തന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് നീക്കിയത്. ഖുർആനികാദ്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുക, പ്രത്യേകിച്ച് വിശുദ്ധ ഖുർആൻ ഏതെങ്കിലും മതവിഭാഗത്തിന്റെയോ ഇസത്തിന്റെയോ ഗ്രന്ഥമായിട്ടല്ല അവതീർണമായിട്ടുള്ളത്. ഹുദൽ ലിന്നാസ് എന്നുള്ള പ്രയോഗമാണ് വിശുദ്ധ ഖുർആനിൽ ആ ഖുർആനിന്റെ അവതരണത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു തആല സൂചിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹുവിനെ കുറിച്ചുള്ള തെറ്റ് അകറ്റുക. അല്ലാഹു സുബ്ഹാനഹു തആല അല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ, അല്ലാഹു എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവാണ് എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സൂചിപ്പിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാമിന്റെ പ്രവാചകനാണ് എന്നുള്ള ആ ധാരണ നികത്തുക. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ ഖുൽ യാ അയ്യുഹന്നാസ് ഇന്നി റസൂലുൻ ഇലൈക്കും. ഓ ജനങ്ങളെ, ഞാൻ ജനങ്ങളിലേക്ക് ഇറക്കപ്പെട്ട ദൂതനാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ഈ 3 തത്വങ്ങൾ അധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് ഇബാദ് കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി വരാനിരിക്കുന്ന നാളുകളിലും ഈ ഒരു സന്ദേശമാണ് ഉയർത്തിപ്പിടിച്ചു. യഥാർത്ഥത്തിൽ നാം സംഘടനാ ഭാരവാഹികൾ അല്ലെങ്കിൽ സംഘടനാ നേതാക്കൾ, അനുഭാവികൾ ഇബാദിന്റെ പ്രവർത്തനങ്ങൾ വല്ലപ്പോഴും അറിയാറില്ല. കാരണം അത് വളരെ പരോക്ഷമായിട്ട്, നിസ്വാർത്ഥമായിട്ട്, നിഷ്കളങ്കമായിട്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമുസ്ലിങ്ങൾക്കിടയിൽ, മുസ്ലിങ്ങൾക്കിടയിൽ, മദ്യപാനികൾക്കിടയിൽ, തെറ്റിനടിമപ്പെട്ടവർക്കിടയിൽ, കൗമാര പ്രായക്കാർക്കിടയിൽ, ഇന്നിങ്ങനെ ഇസ്ലാമില്ലാത്ത പ്രദേശങ്ങൾ ഇസ്ലാം എത്തിച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരുപാട് സുത്യർഹമായ പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ഞാൻ ഓർത്തുപോവുകയാണ്, തിരുരങ്ങാടി മേഖല ഇബാദിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രവർത്തനമായിട്ട് മൈസൂരിലെ HD കോട്ടയിൽ 15 വർഷമായിട്ട് അവിടുത്തെ ജനങ്ങളുടെ അശ്രദ്ധ പോലും തുറക്കാൻ പറ്റാത്ത മസ്ജിദിനെ, പള്ളിയെ ഈ ഇബാദിന്റെ പ്രവർത്തകർ പോയിക്കൊണ്ട് അതിനെ തുറക്കുകയും അവിടെ ദീനീ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യം ഈ സമയത്ത് ഞാൻ ഓർത്തുപോവുകയാണ്. ഇങ്ങനെ ഒരുപാട് സുത്യർഹമായ പ്രവർത്തനങ്ങൾ ITC, ഇസ്ലാമിക് ടീനേജ് ക്യാമ്പസ്, 8ാം ക്ലാസ്സിന് മുകളിലുള്ള അവിവാഹിതരായ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വിളിച്ചുകൊണ്ടുള്ള അവർക്ക് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും മെന്ററിങ്ങുമെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്.
അതുപോലെ തന്നെ ഇബാദ് ഇൻഫോർമേഷൻ സെൽ, ഹിദായത്തിന്റെ വെളിച്ചം കിട്ടിയവർക്ക് തുടർ ജീവിതത്തിൽ പരിഹാരമാർഗം എന്നോണം. അതോടൊപ്പം തന്നെ IFC ഇസ്ലാമിക് ഫാമിലി കൾച്ചർ, ഇതുപോലെ ഒരുപാട് മലയോര പ്രദേശങ്ങളും തീരപ്രദേശങ്ങളും ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുമെല്ലാം കേന്ദ്രീകൃതമായിട്ടുള്ള ഫീൽഡ് വർക്കുകൾ, ഇങ്ങനെ ഒരുപാട് പ്രവർത്തനങ്ങളിലൂടെയാണ് ഇബാദിന്റെ പ്രവർത്തനങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ സിൽവർ ജൂബിലിയുടെ ഈ വർഷത്തിൽ തന്നെ പ്രധാനമായും ഇബാദ് ഉയർത്തിപ്പിടിച്ചുള്ള തസവുഫ് കോൺഫറൻസുകൾ, അതോടൊപ്പം തന്നെ 313 ദാഇകളെ സമൂഹത്തിന് സമർപ്പിക്കുന്ന ചടങ്ങുകൾ, അതെല്ലാം ഇതിനകം തന്നെ ഈ ഇബാദ് SKSF നിർവഹിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തുള്ള വരും വർഷങ്ങളിൽ ഇബാദ് തന്റെ പ്രവർത്തനം എന്നോണം ഉയർത്തിപ്പിടിക്കുന്നത് കാഫിലകളെയാണ്. അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളെല്ലാം ചെറിയ മഹല്ലുകൾ തുടങ്ങിക്കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഈ ഗ്രാൻഡ് ഫിനാലയിൽ ബഹുമാനപ്പെട്ട തങ്ങൾ അവർ പ്രഖ്യാപിക്കുന്നതോടുകൂടി ഓരോ മഹല്ലത്തിൽ നിന്നും കാഫിലകളായിട്ട് തബ്ലീഗ് തസ്കിയത്ത് ദഅവത്ത് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇബാദിന്റെ പ്രവർത്തകർ അനുയായികൾ മുന്നോട്ട് വരികയാണ്. പ്രിയമുള്ള സഹോദരങ്ങളോട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇബാദുമായിട്ട് സഹകരിക്കാൻ താല്പര്യപ്പെടുന്നവർ ഇതിനു വേണ്ടി പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള ഹെൽപ്പ് ഡെസ്കിൽ വന്നുകൊണ്ട് തന്റെ സാന്നിധ്യവും അതുപോലെ തന്നെ താല്പര്യവും അറിയിക്കണമെന്ന് ഈ സമയത്ത് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഞാൻ എന്റെ സംസാരം ചുരുക്കുകയാണ്. ഈ സംഗമത്തിൽ ഒരുപാട് മഹൽ വ്യക്തിത്വങ്ങൾ ഈ പരിവർത്തനം സെഷനിൽ പ്രാർത്ഥന കൊണ്ട് നമ്മെ ധന്യമാക്കിയ കോഴിക്കോട് വലിയ ഖാദി സയ്യിദ് നാസർ അബ്ദുൽ ഹയ്യ് ശിഹാബ് തങ്ങളെ ഈ പരിപാടിയിലേക്ക് ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറിയും സുന്നി യുവജന സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ പ്രൊഫസർ കെ ആലിക്കുട്ടി ഉസ്താദ് അവറുകളാണ്. ഉസ്താദിനെ ഈ പരിപാടിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ ചെയർ നിർവഹിക്കുന്നത് SKSFന്റെ സ്ഥാപക നേതാക്കൾ പ്രമുഖരായ AM പരീദ് എറണാകുളം, അതുപോലെ തന്നെ പുത്തനൈ മൊയ്തീൻ ഫൈസി, സയ്യിദ് നബി റഹ്മാനി കൂടല്ലൂർ അവറുകളാണ്. മുഴുവരെയും ഈ പരിപാടിയിലേക്ക് ഞാൻ സാദരം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ പരിപാടിയുടെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള 3 വിഷയാവതരണങ്ങൾ നടത്തിക്കൊണ്ട് നമ്മെ ധന്യമാക്കുന്നത് ദഅവത്തും സഹാബത്തും എന്നുള്ള വിഷയം അധികരിച്ചുകൊണ്ട് സംസാരിക്കുന്നത് സമസ്ത കേരള ജമഇയ്യത്തുൽ മുഅല്ലിമീൻ ജനറൽ സെക്രട്ടറിയും ചമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ കൂടിയായിട്ടുള്ള ഉസ്താദ് ഡോക്ടർ ബഹാഉദ്ദീൻ നദവി ഉസ്താദ് അവറുകളാണ്. ഉസ്താദിനെ ഈ പരിപാടിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. തസ്കിയത്തും ഉമ്മത്തും എന്നുള്ള വിഷയം അധികരിച്ചുകൊണ്ട് സംസാരിക്കുന്ന അബ്ദുസലാം ബാഖവി ദുബൈ, തൗഹീദും റിസാലത്തും അബ്ദുൽ ജലീൽ റഹ്മാനി വാണിയന്നൂർ, ഇരുവരെയും ഈ പരിപാടിയിലേക്ക് ഞാൻ സാദരം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ വേദി ധന്യമാക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള തിരൂരിലെ പ്രഗത്ഭനായ MLA സി മമ്മൂട്ടി സാഹിബ്, അതോടൊപ്പം തന്നെ ജോർജ് UDF തൃശൂർ ജില്ലാ ചെയർമാൻ ജോർജ് ചാലിശ്ശേരി, ജമഇയ്യത്തുൽ മുഅല്ലിമീൻ മാനേജർ M അബൂബക്കർ മൗലവി ചേളാരി, കുഞ്ഞിമോഹൻ ഹാജി ചെന്നൈ, സിദ്ദീഖ് ബദരി തൃശൂർ, അതോടൊപ്പം തന്നെ ഇബാദ് ചെയർമാൻ ആസിഫ് പുളിക്കൽ, എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ ചടങ്ങിന്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നതിന് വേണ്ടി SKSF മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും സീനിയർ ലീഡറുമായ AM പരീദ് സാഹിബ് എറണാകുളത്തെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ സെഷൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിന് സമസ്ത കേരള ജമഇയ്യത്തുൽ ഉലമയുടെ സെക്രട്ടറിയും സുന്നി യുവജന സംഘത്തിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ നമുക്കെല്ലാം ആദരണീയായ ഉസ്താദ് ബഹുമാനപ്പെട്ട ആലിക്കുട്ടി മുസ്ലിയാർ അവരുടെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും. സദഖല്ലാഹുൽ അലിയ്യുൽ അലീം. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും വസദഖ റസൂലുഹുൻ നബിയുൽ അമീൻ.
യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഫരീദ് സാഹിബ്, നമുക്ക് ഇവിടെ ദുആ നിർവഹിച്ചു തന്ന ബഹുമാനപ്പെട്ട കോഴിക്കോട് ഖാദി ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ, ഉജ്ജ്വല വാഗ്മി ചിന്തകൻ, നമ്മുടെ നായകൻ ബഹുമാനപ്പെട്ട ഉസ്താദ് ബഹാവുദ്ദീൻ മുസ്ലിയാർ അവറുകൾ, ബഹുമാനപ്പെട്ട പുത്തനൈ മൊയ്തീൻ ഫൈലി, ബഹുമാനപ്പെട്ട നമ്മുടെ MLA, ധാരാളം ആളുകൾ സ്റ്റേജിലും സദസ്സിലും ഒത്തുചേർന്നിരിക്കുന്നു. എല്ലാവരെയും പേര് പറയുന്നത് കൊണ്ട് സമയം നീണ്ടുപോകുമെന്ന് മനസ്സിലാക്കി ഞാനത് ചുരുക്കുകയാണ്. ഈ ഒത്തുചേരൽ ഒരു സാലിഹായ അമലായി അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സമൂഹത്തിൻ്റെ തുടക്കത്തിൽ ദീനിന് സഹായിച്ച രണ്ട് വിഭാഗത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. രണ്ട് വിഭാഗത്തെയും പ്രസ്താവിച്ചതിന് അവരെ സംബന്ധിച്ച് പറയുന്നത് റളിയല്ലാഹു അൻഹും, അള്ളാഹു അവരെ തൊട്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നാണ്. മുഹാജിർ, അവർ തൻ്റെ നാടും വീടും സമ്പത്തും എല്ലാം ഒഴിവാക്കി ഇസ്ലാമിന് വേണ്ടി അതെല്ലാം ഒഴിവാക്കി മറ്റു സ്ഥലങ്ങളിലേക്ക്, ആദ്യകാലത്ത് പറഞ്ഞാൽ മദീനയിലേക്ക് അല്ലെങ്കിൽ മറ്റു ചില സ്ഥലങ്ങളിലേക്ക് പുറപ്പെട്ടവരാണ് മുഹാജിറുകൾ. അൻസാറുകൾ എന്ന് പറഞ്ഞാൽ മദീനത്ത് താമസമാക്കിയിരുന്ന ആളുകൾ, അവർ മുഹാജിറുകളായ ആളുകളെ സഹായിക്കാൻ തയ്യാറായി. ആദ്യം പറഞ്ഞ വിഭാഗം അവരുടെ നാടും വീടും സമ്പത്തും എല്ലാം ഒഴിവാക്കിയെങ്കിൽ അൻസാറുകൾ അവരുടെ നാട്ടിൽ നിന്നുകൊണ്ട് തന്നെ അവരുടെ ഭൂമിയുടെ കുറച്ച് ഭാഗം ഒഴിവാക്കി. അവരുടെ കുടുംബത്തിൻ്റെ, പ്രത്യേകിച്ച് ഭാര്യയുടെ കൂടുതൽ ഭാര്യമാരുള്ള ആളുകൾ ഭാര്യമാരെ ഒഴിവാക്കി തൻ്റെ സുഹൃത്തുക്കൾക്ക് ആവശ്യമായി വരുമ്പോൾ കല്യാണം ചെയ്യത്തക്ക നിലയിലുള്ള സൗകര്യപ്രദമായ അവസ്ഥ ആക്കി വെച്ചു. അപ്പോൾ സമ്പത്തിൻ്റെ കുറേ ഭാഗവും തൻ്റെ കുടുംബത്തിൻ്റെ ചില ഭാഗങ്ങളും വഹിക്കാൻ തയ്യാറായവരാണ് അൻസാറുകൾ. അൻസാറുകൾ എന്ന പേര് നിങ്ങൾക്ക് ലഭിച്ചത് അത് അള്ളാഹു നൽകിയതാണോ അതല്ല ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് നൽകിയ പേരാണോ എന്ന് സഹാബിമാരോട് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട സഹാബിമാർ പറഞ്ഞത് അള്ളാഹു ഞങ്ങളെ സംബന്ധിച്ച് അൻസാർ എന്ന് പ്രയോഗിച്ചിട്ടുണ്ടെന്ന. നബിയും അതനുസരിച്ച് ഒരുപാട് സന്ദർഭങ്ങളായി അൻസാറുകളെ സംബന്ധിച്ച് വാഴ്ത്തിയിട്ടുണ്ട്. ലൗലൽ ഹിജ്റത്തു ലകുൻതും മിനൽ അൻസാർ, ഹിജ്റ ഇല്ല ഇരുന്നുവെങ്കിൽ ഞാൻ അൻസാരികളിൽപ്പെട്ട ഒരാളാനാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഹിജ്റ, അത് നേടിയത് കൊണ്ട് പിന്നെ എനിക്ക് അൻസാരിയാവാൻ സാധ്യമല്ല. ആദ്യത്തെ പദവി ലഭിച്ചില്ലെങ്കിൽ ഞാൻ അൻസാറുകളിൽ പെടുമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ മുഹാജിറുകളും അൻസാറുകളുമായ ആളുകളാണ് ഈ പ്രവർത്തനം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്. അതാണ് ഞാൻ നേരത്തെ ഓതിയ ഹദീസ്, ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഈ 3 നൂറ്റാണ്ട് ഏറ്റവും പ്രധാനമായ കർണ് എൻ്റെ കാലക്കാർ, അത് കഴിഞ്ഞ് എൻ്റെ സഹാബികളോട് തൊട്ടു നിൽക്കുന്ന ആ കാലക്കാർ, പിന്നെ അവരോട് തൊട്ടു നിൽക്കുന്ന കാലക്കാർ. ഈ 3 വിഭാഗം ആളുകളാണ് ദീനിനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചത്. ആഫ്രിക്കയുടെ ഭാഗങ്ങളിലേക്ക്, പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക്, കിഴക്ക് രാജ്യങ്ങളിലേക്ക്, തെക്ക് കിഴക്കൻ ഏഷ്യയിലേക്ക്, വടക്കൻ പ്രദേശങ്ങളിലേക്ക്, ചൈനയിലേക്ക്, അതിനടുത്തുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും ഈ 3 നൂറ്റാണ്ടുകൾക്കിടയിൽ ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിച്ചിട്ടുണ്ട്. ഒരു കാലം വരും, അന്ന് ചോദിക്കും, റസൂലുള്ള പറയാണ്, അന്ന് ചോദിക്കും, നിങ്ങളിൽ റസൂലുള്ളാഹിനെ കണ്ടവരാരെങ്കിലും ഉണ്ടോ? ഹൽ ഫീകും മൻ റാ റസൂലല്ലാഹി, റസൂലുള്ളാഹിനെ കണ്ട ആളുകൾ ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? ഉണ്ട്.
എന്നാൽ ആ സന്ദർഭത്തിൽ അവരെ കൊണ്ട് ഇവർക്ക് വിജയം ലഭിക്കും. ഫയുൻസറു ബിഹിം, അവരെ കൊണ്ട് ഇവർക്ക് വിജയം നൽകപ്പെടും. യുദ്ധങ്ങളിലോ മറ്റ് പ്രയാസപ്പെട്ട സന്ദർഭങ്ങളിലോ ഉണ്ടായിരുന്നൊരു സാഹചര്യത്തെ പറ്റിയാണ് പറയുന്നത്. കുറേ കാലം കഴിഞ്ഞപ്പോൾ സഹാബിമാരെല്ലാം മരിച്ചുപോയി. അപ്പം ചോദിക്കും, ഹൽഫീക്കും മൻറാ റസൂലല്ലാ, റസൂലുള്ളാനെ കണ്ടവർ നിങ്ങളെ കൂട്ടത്തിലുണ്ടോ? ഉണ്ട് എന്ന് പറയപ്പെടും. ഫയുൻസറു ബിഹിം, ആദ്യം പറഞ്ഞതുപോലെ തന്നെ അവരെ കൊണ്ടാണ് ഇവർക്ക് വിജയം ഉണ്ടാകുന്നത്. പിന്നത്തെ നൂറ്റാണ്ടിനെ സംബന്ധിച്ചു ഈ 3 കാലക്കാർ, ആ 3 കാലക്കാരുടെ സന്ദർഭത്തിലാണ് ഒരുപാട് പ്രചരിച്ചത്. ഇസ്ലാം പല നാടുകളിലേക്ക് പോയത് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഒരു ദിവസം തങ്ങൾ കടന്നുറങ്ങുകയാണ്. കടന്നുറങ്ങുന്ന സന്ദർഭത്തിൽ തങ്ങൾ എണീറ്റു. ഒരു അൻസാരിന്റെ വീട്ടിൽ നിന്ന് എണീറ്റിട്ട് റസൂലുള്ളാഹി ചെറിക്കുന്നുണ്ട്. അപ്പൊ ചോദിച്ചു, അവിടെ ഉണ്ടായിരുന്ന സഹാബി വനിത ചോദിച്ചു, നബിയെ എന്തിനാണ് നിങ്ങൾ ചെറിക്കുന്നത്? അൽഹഖല്ലാഹു സിന്നക്, നിങ്ങൾക്ക് സന്തോഷം എപ്പോഴും ഉണ്ടാവട്ടെ, എന്തിനു നിങ്ങൾ ചെറിക്കുന്നു? അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ഞാനൊരു വിഭാഗം ആളുകളെ, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ആളുകളെ കാണുകയാണ്. യർകബൂന സബജ ഹാദൽ ബഹർ, ഈ സമുദ്രത്തിന്റെ ആഴങ്കടലിൽ അവർ യാത്ര ചെയ്യും. മുലൂക്കൻ അലൽ അസിറ, രാജഘട്ടിലിരിക്കുന്ന രാജാക്കന്മാരെ പോലെയാണ് അവർ. അങ്ങനെ അവർ യാത്ര ചെയ്യും. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ തങ്ങളോട് ചോദിച്ചു, ബഹുമാനപ്പെട്ട നബിയെ ഉദുല്ലാഹ യജഅലനി മിൻഹും, ആ കൂട്ടത്തിൽ ഞാനും പെടണം, നിങ്ങളതിനോട് ദ്വാരക്കണം. അന്തിമിൻഹും, നീ അതിലുണ്ട്. സഹീൽ ബുഖാരി പലപ്പോഴായി നിവേദനം ചെയ്യപ്പെട്ട ഒരു ഹദീസാണിത്, നിവേദനം ചെയ്തിട്ടുള്ള ഹദീസാണ്. പിന്നെ രണ്ടാമത് കുറച്ചു നേരം കൂടി ഉറങ്ങി. അങ്ങനെ ഉറങ്ങിയതിനു ശേഷം ചെറിച്ചുകൊണ്ട് പിന്നെയും തങ്ങൾ എണീറ്റപ്പോൾ ചോദിച്ചു, എന്തിനാണ് നബിയെ നിങ്ങൾ ചെറിക്കുന്നത്? അൽഹഖല്ലാഹു സിന്നക്, എപ്പോഴും നിങ്ങൾക്ക് സന്തോഷം വരട്ടെ. അപ്പോഴും തങ്ങൾ പറഞ്ഞു, എൻ്റെ ഉമ്മത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ആഴങ്കടലിൽ കൂടി യാത്ര ചെയ്യും. അങ്ങനെ യാത്ര ചെയ്ത് അവരെ സംബന്ധിച്ച് പറയുന്നത് മുലൂക്കന്നലിൽ അസിറിലുള്ള രാജാക്കന്മാരെ പോലെ. അപ്പോഴും ഈ പെണ്ണ് ചോദിച്ചു, നബിയെ എന്നെയും ആ കൂട്ടത്തിൽ പെടുത്താൻ ദുആ ചെയ്യണം. റസൂലുള്ളാഹി പറഞ്ഞു, അന്തിമിനൽ അവ്വലീൻ, നീ ആദ്യത്തെ ബാച്ചിലാണ്. അപ്പൊ രണ്ടാമത്തെ ബാച്ചാവുമ്പോഴത്തേക്ക് ആ യാത്രയുണ്ടെങ്കിലും ആ യാത്രയിൽ പങ്കെടുക്കാൻ ഈ വനിതയ്ക്ക് സാധ്യമല്ല. ബുഖാരിയിൽ നിവേദനം ചെയ്യപ്പെട്ട ഹദീസിൽ പറയുന്നു, അങ്ങനെ ആ സംഘം യാത്ര ചെയ്തു. കടൽ കയറി, കടൽ കടന്ന് പുറത്തിറങ്ങിയതിന് ശേഷം, കടലിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയ ശേഷം അവര് യാത്ര ചെയ്തു. യാത്ര ചെയ്യുമ്പോൾ ഒട്ടകപ്പുറത്തുനിന്ന് വീണ് ഈ സഹോദരി പെരടിക്ക് തകരാറ് സംഭവിച്ചു, അപകടം സംഭവിച്ചു, മരണപ്പെട്ടു പോയി. റസൂലുള്ളാഹിക്ക് ഗൈബറിയില്ല. ഇതെന്താ ആദ്യം പറഞ്ഞത്? അന്തിമിനൽ അവ്വലീൻ, ആദ്യത്തതിൽ നീ ഉണ്ട്, രണ്ടാമത്തേതാകുമ്പോഴത്തേക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് പിന്നെന്താ? ഏതായാലും അങ്ങനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനെ ഇന്ന കാലത്ത് ഈ പുരോഗതി നേടും, ഇനി ആൾക്കാരൊക്കെ ഈ മെസ്സേജ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് വളരെ വ്യക്തമായി സൂചിപ്പിച്ചു. സഹാബിമാരിൽപ്പെട്ട പല ആളുകളും തങ്ങളുടെ ഈ സംസാരം ഹജ്ജത്തുൽ വിദായിലെ അവസാനത്തെ സംസാരം കേട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നീങ്ങി, പല ദിക്കുകളിലേക്കും നീങ്ങി. നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നു, തൃശ്ശൂരിലെ കൊടുങ്ങല്ലൂരിൽ വന്നു, അപ്പുറത്ത് കാസർഗോഡ് മാലിക് ദീനാർ തങ്ങൾ വന്നു, അല്ലെങ്കിൽ അതുപോലുള്ള പല ആളുകളും വന്നു. എല്ലാ സ്ഥലത്തും വന്നു. മിസ്റിൽ വന്നു, ഇറാഖിൽ വന്നു, ഷാമിൽ വന്നു, ചൈനയിലുണ്ട്. ബഹുമാനപ്പെട്ട ആംർ ഇബ്നുൽ ആസി അവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. സഹാബികളിൽ പ്രഗത്ഭനായ ഒരു സഅദ് ഇബ്നു അബി വഖാസ് അവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഏതായാലും ഇങ്ങനെ സഹാബിമാരുടെ പരമ്പര പല ഭാഗങ്ങളിലേക്ക് നീങ്ങി. ഇവരാണ് ജനങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നിർദ്ദേശിച്ചു കൊടുത്തത്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഈ ദൗത്യത്തെ സംബന്ധിച്ച് വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് പറഞ്ഞത്. ആളുകളെ മുഴുവനും ശുദ്ധീകരിച്ചെടുത്തു, പരിശുദ്ധ ഖുർആൻ അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. ഈ വരവിനെ സംബന്ധിച്ച് തൗറാത്തിലും അതുപോലെ മറ്റ് ഗ്രന്ഥങ്ങളിലും റസൂലുള്ള വരും, ഇന്ന പ്രദേശത്ത് വരും, സന്ദേശങ്ങൾ ലോകത്തിന് എത്തിച്ചു കൊടുക്കും, തന്നോടുകൂടെ 10,000 ആളുകൾ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞുപോയ ജൂതന്മാരായ ആളുകൾക്ക് മുഴുവനും, അതുപോലെ ക്രിസ്ത്യാനികളായ ആളുകൾക്ക് മുഴുവനും
ഇങ്ങനെ ഒരു പ്രവാചകൻ വരുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായ വിവരമുണ്ട്. 7ാമത്തെ വർഷത്തിൽ ഹുദൈബിയ സന്ധി കഴിഞ്ഞതിന് ശേഷം 7ാമത്തെ വർഷമായപ്പോൾ, അല്ലെങ്കിൽ 6ാമത്തെ വർഷത്തിന്റെ തുടക്കത്തിൽ ലോകത്തുള്ള എല്ലാ നേതാക്കന്മാർക്കും റസൂലുള്ള കത്തയക്കാൻ തുടങ്ങി. ആ കൂട്ടത്തിൽ ഒരു കത്ത് കിസ്റക്കായി, അതുപോലെ ഒരു കത്ത് ഹിറക്കൽ രാജാവിനെഴുതി. ഹിറക്കൽ രാജാവിനെഴുതിയ കത്ത് അവിടെ കിട്ടുമ്പോൾ ഞങ്ങൾ അവിടെ ഷാമിലുണ്ട് എന്നാണ് അബൂ സുഫിയാൻ നിവേദനം ചെയ്തതായി, അബൂ സുഫിയാൻ പറഞ്ഞതായി ആ റിപ്പോർട്ട് ബുഖാരിയിൽ ആദ്യത്തെ ബാബിൽ, ബാബും കൈഫക്കാന ബദുൽ വഹി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ബാബിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ കത്ത് കിട്ടി. ആ കത്ത് കിട്ടിയപ്പോൾ അബൂ സുഫിയാനെയും കുറച്ച് ആൾക്കാരും വിളിച്ചു വരുത്തിയിട്ട് അവരോട് കുറെ ചോദ്യങ്ങൾ ഹിറക്കൽ രാജാവ് ചോദിച്ചു. ആ ചോദിച്ച ചോദ്യത്തിൽ അദ്ദേഹത്തിന്റെ സ്വഭാവം എന്തായിരുന്നു, അദ്ദേഹത്തിന്റെ പിതാക്കന്മാരിൽ ആരെങ്കിലും ഇങ്ങനത്തെ വാദം മുമ്പ് ഉന്നയിച്ചിട്ടുണ്ടോ, അദ്ദേഹം രാജകുടുംബത്തിൽപ്പെട്ട ഇങ്ങനെ ഒരുപാട് കാര്യം ചോദിച്ചതിന് ശേഷം അദ്ദേഹം കള്ളം പറയുമോ, കള്ളം പറയുകയില്ല. അദ്ദേഹം ചതിക്കുമോ, ചതിക്കുകയില്ല. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ സ്വഭാവം എന്തായിരുന്നു, അദ്ദേഹം കുടുംബക്കാരോടുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റം എല്ലാം ചോദിച്ചു. എല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഈ പറയാൻ പോകുന്ന ഈ കത്തെഴുതിയിട്ടുള്ള ആള് അത് പ്രവാചകൻ തന്നെയാണെന്ന്. കത്ത് വായിച്ചിട്ടില്ല. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം ആ കത്ത് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ആ കത്ത് വായിച്ചു. ആ കത്ത് വായിച്ചപ്പോ റസൂലുള്ള അയക്കുന്നു ഇലാ ഹിറഖില അലീമിർ റോമയുടെ ചീഫായ ഹിറക്കൽ രാജാവിന് എഴുതുന്ന കത്ത് എന്ന ആ കത്ത് വായിച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു, ഇത് നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണെങ്കിൽ അവസാന നാളിൽ വരാൻ പോകുന്ന പ്രവാചകൻ തന്നെയാണ്. ലൗ കുന്തു ഇൻദഹു ലഗസൽതു അൻ ഖദമൈഹി, ഞാൻ അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ ചെരിപ്പടിക്കാൽ, അദ്ദേഹത്തിന്റെ കാല് ഞാൻ കഴുകി കൊടുക്കുമായിരുന്നു. അത്രേ അപ്പൊ പറഞ്ഞിട്ടുള്ളൂ. കാല് കഴുകി കുടിക്കുമെന്ന് പറഞ്ഞില്ല. ഏതായാലും അത്രയധികം ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ ബഹുമാനിക്കും എന്ന് അദ്ദേഹം അവിടെ സൂചിപ്പിച്ചു അവിടെയുള്ള ആളുകളോട്. പിന്നെ അദ്ദേഹം വിശ്വസിച്ചോ എന്നുള്ള കഥ വേറെ വഴിക്ക് പോകുന്നുണ്ട്. ഏതായാലും ഇത്രമാത്രം ഇഷ്ടപ്പെട്ടു റസൂലുള്ളാന്റെ സ്വഭാവങ്ങളെ സംബന്ധിച്ച്. ആ സ്വഭാവങ്ങൾ സംബന്ധിച്ച് അദ്ദേഹം പറയാണ്, ഞാൻ അവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കാല് ഞാൻ കഴുകി കൊടുക്കുമെന്ന്. അപ്പൊ കഴിഞ്ഞുപോയ എല്ലാ പ്രവാചകന്മാർക്കും എല്ലാ ഉമ്മത്തിനും ഇങ്ങനെയുള്ള ഒരു പ്രവാചകൻ വരാൻ പോകുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള സൂചനയുണ്ട്. മാത്രമല്ല ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് വാഴ്ത്തി പലതും ഖുർആനിൽ പറഞ്ഞു. അവസാനം റസൂലുള്ളാഹിനെ കുറ്റം പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ കുറ്റം പറയുന്ന ആളുകളെ വളരെ കോപത്തോടുകൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സൂറത്തിൽ വിവരിച്ചത്. ഇന്ന ഷാനിയക ഹുവൽ അബ്തർ, നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുന്ന ആളുകൾ അവരാണ് അബ്തർ. തങ്ങൾക്ക് ആൺകുട്ടികൾ ഉണ്ടാതൊക്കെ മരിച്ചു പോയപ്പോ തങ്ങൾക്ക് പിൻഗാമികളില്ല എന്ന ഒരു പ്രചരണം അവിടെ നടത്തപ്പെട്ടു. ആ നടത്തപ്പെട്ടതിനെ സംബന്ധിച്ചാണ് പരിശുദ്ധ ഖുർആനിൽ ഇന്ന ഷാനിയക ഹുവൽ അബ്തർ എന്ന് പറഞ്ഞത്. അപ്പൊ അള്ളാഹുവിനെ വാഴ്ത്തുകയും അള്ളാഹു റസൂലുള്ളാഹിനെ വാഴ്ത്തുകയും ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ പരിഷ്കരിച്ചെടുക്കുകയും തസ്കിയത്ത് ചെയ്യുകയും തഅലീം ചെയ്യുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഒരു വിഭാഗം അവരാണ് ലോകത്തിന്റെ ഭാഗങ്ങളിലേക്ക് ഇസ്ലാമിന്റെ മെസ്സേജ് എത്തിച്ചത്. ആ മെസ്സേജ് നമ്മുടെ നാട്ടിലേക്കും എത്തി. നമ്മുടെ നാട്ടിൽ സഹാബിമാർ അല്ലെങ്കിൽ സഹാബിമാരുടെ സഹാബിമാർ ഈ 3-4 കർണിൽപ്പെട്ട ആളുകൾ ഇവിടെയൊക്കെ ഇസ്ലാമിന്റെ മെസ്സേജുകൾ എത്തിച്ചു എന്ന് ചുരുക്കം. ആ വിഷയത്തെ സംബന്ധിച്ച് റസൂലുള്ള അവസാനമായി പറയുന്നു, ലാ യസ്ലഹു ആഖിറു ഹാദിഹിൽ ഉമ്മത്തി ഇല്ലാ ബിമാ സലഹ ബിഹി അവ്വലുഹാ. ഈ സമുദായത്തിന്റെ ആദ്യ ഭാഗം എന്തുകൊണ്ട് നന്നായോ, അവർ ഏത് ലൈനിൽ പോയോ ആ ലൈൻ കൊണ്ടല്ലാതെ ഈ സമൂഹത്തിന്റെ അവസാനം വരുന്നവരും നന്നാവുകയില്ല എന്ന് റസൂലുള്ള സൂചിപ്പിച്ചു. അതാണ് ഈ മാറ്റത്തെപ്പറ്റി പരിവർത്തനത്തെപ്പറ്റി നമുക്ക് പറയാനുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം പരിവർത്തനമല്ല, സഹാബത്ത് എങ്ങനെ നടന്നു പോന്നു, അതുപോലെ താബീങ്ങൾ എങ്ങനെ നടന്നു പോന്നു, താബീങ്ങൾ എങ്ങനെ നടന്നു പോന്നു, അവർ ഖുത്ബ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ടോ, അവർ തറാവീ എത്ര റക്അത്ത് നമസ്കരിച്ചു, അവരുടെ സ്വഭാവം എന്തായിരുന്നു, ഈ ലൈനിൽ നിന്ന് മാറ്റാതെ കൊണ്ടുവരുന്നവരാണ് സുന്നത്ത് ജമാഅത്ത്. സുന്നി എന്ന് പറഞ്ഞാൽ പഴയ എല്ലാ കാര്യങ്ങളും അനുസരിച്ച് പഴയതൊന്നും വിട്ടുകൊടുക്കാതെ ഒരു മാറ്റത്തിനും വകവരുത്താതെ ആ മാറ്റങ്ങളൊന്നും അംഗീകരിക്കാതെ അക്കോർഡിംഗ് ടു റസീവ് എങ്ങനെ ലഭിച്ചോ അങ്ങനെ വിശ്വസിച്ചു പോരുന്നവർ എന്നാണ് ഈ ഇംഗ്ലീഷ് ഡിക്ഷണറിയിൽ, ചേംബേഴ്സ് ഡിക്ഷണറിയിൽ ഈ വിഷയത്തെപ്പറ്റി സുന്നിനെ സംബന്ധിച്ച് പറഞ്ഞത്. ആ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണ് നാം. ആ സുന്നത്ത് ജമാഅത്തിന്റെ മക്കൾ
അതിൻ്റെ ഒരു ശാഖ സുന്നിയന സംഘം, വേറൊരു ശാഖ SKSF, ഈ വിദ്യാർത്ഥി സംഘടനയും യുവജന വിഭാഗവും എല്ലാ വിഭാഗവും ഈ ആശയത്തിലൂടെ ഭേദഗതിയില്ലാതെ മാറ്റങ്ങളില്ലാതെ മുന്നോട്ട് പോകണം. അതിന് ശ്രമിക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിൽ നിന്ന് മാറാതെ തിരിയാതെ മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഈ സമുദായത്തിന് ഉയർച്ചയും വളർച്ചയും അള്ളാഹു നൽകുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. വാഹിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി 2 പ്രകാശന കർമ്മങ്ങൾ വേദിയിൽ നടക്കുകയാണ്. സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് ഗൾഫ് സത്യധാര പുറത്തിറക്കിയ വിശേഷാൽ പതിപ്പിന്റെ പ്രകാശന കർമ്മം കോഴിക്കോട് വലിയ ഖാദി പാണക്കാട് നാസർ അബ്ദുൽ ഹയ്യ് ശിഹാബ് തങ്ങൾ, ബഹ്റൈൻ സുന്നി ജമാഅത്തിന്റെ സാരഥി കൂടിയായ കുഞ്ഞഹമ്മദ് ഹാജി സാഹിബിന് നൽകിക്കൊണ്ട് പ്രകാശനം ചെയ്യുന്നു. ഇരുവരെയും ആദരപുരസ്സരം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അടുത്തതായി ഇരിങ്ങാട്ടിരി സുബുലുർ റഷാദ് ഇസ്ലാമിക് ആർട്സ് കോളേജ് തയ്യാറാക്കിയ സ്പെഷ്യൽ പതിപ്പിന്റെ പ്രകാശന കർമ്മം ജനാബ് സി മമ്മൂട്ടി MLA, കുഞ്ഞിമോൻ ഹാജി ചെന്നൈക്ക് നൽകിക്കൊണ്ട് നിർവഹിക്കുന്നു. ഇരുവരെയും ആദരപുരസ്സരം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. SKSF സിൽവർ ജൂബിലിയുടെ സ്മാരകമായി കുന്നംകുളം മേഖല SKSF കമ്മിറ്റി നിർമ്മിച്ചു കൊടുക്കുന്ന വീടിൻ്റെ ഫണ്ട് കൈമാറ്റം മസ്കറ്റിലെ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ സജീവ പ്രവർത്തകൻ കൂടിയായ നാസർ കടവല്ലൂർ ബഹുവന്യരായ ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദിനെ ഏൽപ്പിക്കുകയാണ്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സദസ്സിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സമസ്തയുടെയും കീഴടകങ്ങളുടെയും അഭ്യുദയകാംക്ഷി കൂടിയായ ജനാബ് സി മമ്മൂട്ടി സാഹിബ് നമ്മെ അഭിസംബോധന ചെയ്യുന്നു. ആദരപുരസ്സരം ക്ഷണിക്കുന്നു. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه وسلم. ആദരണീയരായ ബഹുമാന്യരുമായ സയ്യിദ് നാസർ അബ്ദുൽ ഹയ്യ് ശിഹാബ് തങ്ങൾ അവറുകളെ, ബഹുമാന്യരായ പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ അവറുകളെ, ഡോക്ടർ വഹാബുദ്ദീൻ മുഹമ്മദ് നദ്വി സാഹിബ് അവറുകളെ, എൻ്റെ മാന്യ സുഹൃത്തും ഇതിൻ്റെ ചെയർമാൻ കൂടിയായ പരീദ് സാഹിബ്, ഡോക്ടർ KT ജാബിർ ഹദവി സാഹിബ്, ബഹുമാന്യരായ അബ്ദുസ്സലാം ബാഖവി ദുബൈ സാഹബ്, ബഹുമാന്യരായ അബ്ദുൽ ജലീൽ റഹ്മാനി വനിയന്നൂർ, മറ്റ് വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പണ്ഡിതന്മാരെ, സദാത്തുക്കളെ, ആദരണീയരായ ഉസ്താദുമാരെ, ബഹുമാന്യരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സമൂഹത്ത് മലീമസമായി കിടക്കുന്ന ഇന്നത്തെ ലോകത്തെ പുനരുദ്ധീകരിച്ച് ഇസ്ലാമിൻ്റെ യഥാർത്ഥമായ പവിത്രമായ പാരമ്പര്യം പൂർണ്ണമായും ഖിയാമത്ത് നാൾ വരെ കാത്തുസൂക്ഷിക്കാനും അതനുസരിച്ച് ഈ ഉമ്മത്തിനെ വാർത്തെടുത്ത് നിലനിർത്തുന്നതിനും വേണ്ടി സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതിൻ്റെ കീഴ്ഘടകങ്ങൾ പ്രത്യേകിച്ച് SKSF നടത്തുന്ന പ്രവർത്തനങ്ങൾ അല്ലാഹു സ്വാലിഹ് അമലാക്കി സ്വീകരിക്കുമാറാവട്ടെ. ഓരോ ദിവസവും വളരെ വേദനയോടുകൂടി കാണുന്ന പല വാർത്തകളും നമ്മുടെ മഹല്ലടിസ്ഥാനത്തിൽ SKSൻ്റെ പ്രവർത്തനം സജീവമാക്കിക്കൊണ്ട് ഈ മാറ്റത്തിന് നാം നേതൃത്വം കൊടുക്കണം എന്നാണ് എനിക്ക് അടിവരയിട്ട് ആമുഖമായി പറയാനുള്ളത്. തീർച്ചയായും ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം എന്ന വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും അർത്ഥത്തിലെടുത്തുകൊണ്ട് നാം അതിന് മുന്നോട്ട് വന്നില്ല എങ്കിൽ
പേരിൽ മാത്രം മുസ്ലിമായി അവശേഷിക്കുകയും നൂറ്റാണ്ടുകളോളം മുസ്ലിങ്ങളായി ജീവിച്ച അവസാനമെല്ലാം തകർന്നുപോയ ഒരുപാട് അനുഭവങ്ങളുള്ള മറ്റ് രാജ്യങ്ങളുടെ അവസ്ഥ നമുക്ക് വന്നു ചേരുമോ എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. ഇന്ന് നാമധാരികളായി മാറുകയും ഇസ്ലാമിനെ ഉൾക്കൊള്ളുന്നില്ലെന്ന് മാത്രമല്ല, പുറത്ത് നമ്മെ വട്ടമിട്ട് പറക്കുന്ന കഴുകന്മാർ കുത്തിവരിക്കുന്നതിന് വേണ്ടി ഖർവാഫസിയും അതുപോലെയുള്ള ഓരോ പ്രവർത്തനവും നടക്കുമ്പോഴും നമുക്ക് കാവലായി നമ്മെ രക്ഷിക്കുന്ന സർവശക്തനായ അള്ളാഹുമായുള്ള നമ്മുടെ ബന്ധം നമ്മിൽ എത്ര പേർക്കുണ്ട് എന്നതും നെഞ്ചത്ത് കൈവച്ച് ചിന്തിക്കേണ്ട ഒരു ഘട്ടമാണിത്. നമുക്കൊന്നും പ്രശ്നമല്ല, അള്ളാഹുമായി നമ്മുടെ ബന്ധം സുദൃഢമാണെങ്കിൽ അവൻ അള്ള മതി, വേറെ ആരും വേണ്ട. ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പ്രത്യേകിച്ച് പുത്തൻ തലമുറ, അവർക്ക് ദീൻ എന്താണെന്ന് പഠിക്കാൻ പോലും അവസരമില്ല. എല്ലാവരും ഭൗതിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മദ്രസയിൽ പോക്ക് കുറഞ്ഞു വരുന്നു, ദർസ് എന്ന് പറയുന്നത് ഇല്ലാതാകുന്നു. ദീനിനെ കുറിച്ച് പഠിക്കാൻ അവസരം പോലും ഉപയോഗപ്പെടുത്താതെ വളർന്നു വരുന്ന വലിയ വിദ്യാസമ്പന്നന്മാർക്ക് ആവശ്യമായ വിജ്ഞാനമില്ലാതെ വളരുമ്പോൾ അത് ശാപമായി മാറുന്നൊരു സമൂഹമായി നമ്മുടെ ഉമ്മത്തിൽപ്പെട്ടവർ മാറുന്നുണ്ടോ എന്ന് ശങ്കയോട് കാണേണ്ട ഒരു ഘട്ടമാണ് നാം കടന്നു പോകുന്നത്. സ്വന്തം ഉമ്മയെയും ബാപ്പയെയും വൃദ്ധസദനത്തിലേക്ക് അയക്കുന്നു. മാതാപിതാക്കളെ അനുസരിക്കാത്ത മക്കൾ, ഓരോ ദിവസവും നൂറുകണക്കിന് ആയിരക്കണക്കിന് സഹോദരിമാർ തൻ്റെ പിഞ്ചു കുഞ്ഞുങ്ങളെയും തൻ്റെ മുതിർന്ന കുട്ടികളെയും ഒഴിവാക്കിക്കൊണ്ട്, തൻ്റെ ഭർത്താവിനെ ഒഴിവാക്കിക്കൊണ്ട് ഒളിച്ചോടുകയാണ്. എവിടേക്കാണ് പോക്ക്? ഇതേക്കുറിച്ച് നാം ഗൗരവമായി ചിന്തിച്ചില്ലെങ്കിൽ, ഇതേക്കുറിച്ച് നാം വളരെ ഗൗരവമായും ആ പരിഹാരം കണ്ടില്ലെങ്കിൽ ഈയൊരു പ്രയാസകരമായ അവസ്ഥയ്ക്ക് നാം സാക്ഷിയാകേണ്ടി വരും എന്ന തിരിച്ചറിവ് നമ്മൾ അതിലേക്ക് നയിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ചെയ്യാൻ കഴിയുന്ന സംഘടന എന്ന നിലക്ക് സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്കും SKSFനും അല്ലാതെ ഇക്കാര്യത്തിൽ മാറ്റം വരുത്താൻ സാധ്യമല്ല. ഓരോ മഹല്ലിലും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നേതൃത്വം കൊടുക്കണം. ഉമ്മത്ത് നിങ്ങളോടൊപ്പം ഉണ്ടാകും, യാതൊരു സംശയവും വേണ്ട. ഇവിടെ ആവശ്യം ഇത് നേരായ മാർഗത്തിലെ കൊണ്ടുവരുന്നതിനുള്ള ചികിത്സയാണ്. ആ ചികിത്സക്ക് ഔഷധം കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ആ ഔഷധം നൽകി ഈമാനിന്റെ തിളക്കം വർദ്ധിപ്പിച്ച് ഈമാനികമായ പ്രകാശം വളർത്തിയെടുത്താൽ മാത്രമേ ഈ ഗർഭാപസിയെയും ഈ ഒളിച്ചോട്ടവും നശീകരണ പ്രവൃത്തിയിലേക്ക് പോകുന്ന അധാർമികതയിൽ ചൂഴ്ന്നു കിടക്കുന്ന ഈ സമൂഹത്തെ മോചിപ്പിക്കാൻ നമുക്ക് സാധിക്കും. നമുക്കിന്ന് പണത്തിന്റെ അതിപ്രസരം വളരെ ഏറെയാണ്. ദാരിദ്ര്യം എവിടെയുമില്ല, പണത്തിന് യാതൊരു പഞ്ഞവുമില്ല. യഥേഷ്ടം മയക്കുന്ന പണം എങ്ങനെ ചെലവഴിക്കണമെന്നറിയാതെ ആവശ്യത്തിൽ കവിഞ്ഞ് 3 നേരം എന്നുള്ള 7 നേരം ഭക്ഷണവും കഴിച്ച് അലയുകയ, വാഹനവുമായി അലയുകയ, ബൈക്കുമായി അലയുകയ, കാണുന്നവരെ പിന്നിൽ കയറ്റി അലയുകയ, അന്യരുടെ ഭാര്യമാരെ തട്ടിക്കൊണ്ടുപോവുകയ, സ്വന്തം ആയിട്ടുള്ള തൻ്റെ ഉമ്മയെ തട്ടിക്കൊണ്ടുപോകുന്നതിന്റെ പ്രവർത്തനയാണ് പത്രം ഇവിടെ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ ഉമ്മത്തിനെ, നമ്മുടെ മക്കളെ, നാളെയുടെ തലമുറയെ പരിരക്ഷിക്കുവാനും കാത്തു സൂക്ഷിക്കുവാനും അള്ളാഹുവിന്റെ മാർഗത്തിൽ അവരെ വളർത്തിയെടുക്കുവാനും നമ്മുടെ പ്രവർത്തനം കൊണ്ട് സാധിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവിധ പ്രവർത്തനങ്ങളും SKSF നടത്തി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും നല്ലൊരു ദിശാബോധത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ, ഈ ഉമ്മത്തിനെ നയിക്കാൻ തീർച്ചയായും സാധിക്കും. അതിന് പ്രത്യേകമായ പദ്ധതി ഇപ്പോൾ ഇബാദിലൂടെയും തസ്കിയത്ത് ക്യാമ്പിലൂടെയും നടത്തുന്ന പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായും ജീർണത തുടച്ചു മാറ്റാൻ സാധിക്കും. അള്ളാഹു തുണയ്ക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.